ജീവൻ മുക്തി വിവേകം, മനോനാശ പ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. പ്രാണസ്പന്ദ വാസനാ വിജയം. ചിത്തമാകുന്ന വൃക്ഷത്തിൻ്റെ ബീജങ്ങൾ പ്രാണസ്പന്ദനവും വാസനയുമാണെങ്കിൽ അവയെ ജയിക്കാൻ ഉപായം എന്താണ്? ജയിച്ചാലുള്ള ഫലം എന്താണ്? വാസിഷ്ഠത്തിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രാണായാമം നിയമമനുസരിച്ച് അഭ്യസിക്കണം. ഗുരുമുഖത്തു നിന്നും പകർന്നു കിട്ടുന്ന യുക്തികൾ വിചാരം ചെയ്തുറപ്പിക്കണം. ആസനജയം, ആഹാര നിയമം, ഏകാഗ്രതാ പരിശീലനം ഇവയും ശീലിക്കണം. ഇവ കൊണ്ട് പ്രാണസ്പന്ദത്തെ നിരോധിക്കാൻ കഴിയും. നിസ്സംഗത്വം നിമിഷം പ്രതി ഉറപ്പിച്ചുകൊണ്ട് ലോകവ്യവഹാരങ്ങൾ അനുഷ്ഠിക്കണം. നിസ്സംഗത്വം നിമിഷം പ്രതി ഉറപ്പിച്ചുകൊണ്ട് ലോകവ്യവഹാരങ്ങൾ അനുഷ്ഠിക്കണം. ലോകസുഖ ചിന്തകൾ ഉപേക്ഷിക്കണം. ദേഹത്തിൻ്റെ നശ്വരത സദാ നോക്കിക്കാണണം. ഇങ്ങനെയായാൽ വാസനയും മാറിക്കിട്ടും. വാസനാ സംപരിത്യാഗാച്ഛിത്തം ഗച്ഛത്യചിത്തതാം പ്രാണസ്പന്ദ നിരോധാച്ച യഥേച്ഛസി തഥാ കുരു. വാസനയെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതോടെ മനസ്സ് മാറിത്തരും. പ്രാണസ്പന്ദ നിരോധം കൊണ്ടും ഇത് സാധിക്കാം. ഏതാണോ ഇഷ്ടം അതനുഷ്ഠിക്കൂ. ചിത്തത്തിൻ്റെ സ്വരൂപം ഗ്രഹിക്കാൻ പ്രയാസമില്ല. ചിത്തത്തിൻ്റെ സ്വരൂപം ഗ്രഹിക്കാൻ പ്രയാസമില്ല. ഉള്ളിൽ പദാർത്ഥത്തെ സങ്കല്പിക്കുകയും രസിക്കുകയും ചെയ്യുന്നതാണ് ചിത്തം. സ്വീകാര്യമോ ത്യാജ്യമോ ആയ ഒരു പദാർത്ഥത്തെയും സങ്കല്പിക്കാതെ ഉള്ളിൽ നിന്നെല്ലാം വെടിഞ്ഞാൽ അതോടെ ചിത്തം ജനിക്കാതാകും. വാസനയൊന്നുമില്ലാതെ അന്തഃകരണം ചിന്താരഹിതമാകുന്നതോടെ മനസ്സ് ഉപശമിച്ച സ്ഥിതി വന്നു ചേരുന്നു. ഇതാണ് യോഗികളുടെ അമനസ്ഥാസ്ഥിതി. ഈ സ്ഥിതി അതിരറ്റ ശാന്തിക്കിരിപ്പിടമാണ്. മനസ്സുപശമിക്കാതെ ശാന്തി ലഭിക്കുന്നതല്ല. ചിത്തയക്ഷദൃഢാക്രാന്തം ന മിത്രാണി ന ബാന്ധവാഃ ശക്നുവന്തി പരിത്രാതും ഗുരവോ ന ച മാനവാഃ. ചിത്തപിശാചിന് കീഴടങ്ങിയ പുരുഷനെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഗുരുക്കന്മാർക്കോ മറ്റാർക്കെങ്കിലുമോ രക്ഷിക്കാൻ കഴിയുന്നതല്ല. ആസനജയം. ആസനജയത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ. ആസന ലക്ഷണവും ആസനജയോപായവും ഫലവും പതഞ്ജലി 3 സൂത്രങ്ങളിലായി വിവരിച്ചിട്ടുണ്ട്. സ്ഥിരസുഖമാസനം എന്നാണ് ആദ്യ സൂത്രം. പദ്മാസനം, സ്വസ്തികാസനം തുടങ്ങി ഏതെങ്കിലും ഒന്ന് അഭ്യസിച്ച് വശത്താക്കണം. ദേഹത്തെ ചലിക്കാതെ ഉറപ്പിച്ചു വയ്ക്കാനാണ് ഈ ആസന പരിശീലനം. ദേഹാവയവങ്ങൾക്ക് ക്ലേശം തോന്നാതിരിക്കലാണ് ഇതുകൊണ്ട് കിട്ടുന്ന സുഖം. ദേഹം അനക്കമില്ലാതിരിക്കലാണ് സ്ഥൈര്യം. ഏതൊരാസനം വശമായാൽ ഒരുവൻ ഇത് വന്നു ചേരുമോ അതുതന്നെയാണ് അയാൾക്ക് പറ്റിയ ആസനം. ഈ ആസനജയം നേടാനുള്ള ഉപായമാണ് 2ാം സൂത്രത്തിൽ നിർദ്ദേശിക്കുന്നത്. പ്രയത്നശൈഥില്യാനന്ദ സമാപത്തിഭ്യാം എന്നാണ് 2ാം സൂത്രം. പ്രയത്നശൈഥില്യം കൊണ്ട് അനന്ത സമാപത്തി കൊണ്ടുമാണ് ഇത് നേടേണ്ടത്. ലൗകികോപായമാണ് പ്രയത്നശൈഥില്യം. യാത്ര ചെയ്യാനും ഗൃഹകൃത്യങ്ങൾ അനുഷ്ഠിക്കാനും
തീർത്ഥസ്നാനങ്ങൾ സന്ദർശിക്കാനും കുളി, ഹോമം തുടങ്ങിയവ അനുഷ്ഠിക്കാനും വേണ്ടി മനസ്സിൽ പൊന്തി വരുന്ന ഉത്സാഹമാണ് പ്രയത്നം. ഈ ഉത്സാഹത്തെ ശിഥിലമാക്കി ദൂരെ തള്ളണം. ഒരിക്കൽ കൂടി വായിക്കാം. ലൗകികോപായമാണ് പ്രയത്ന ശൈഥില്യം. യാത്ര ചെയ്യാനും ഗൃഹകൃത്യങ്ങൾ അനുഷ്ഠിക്കാനും തീർത്ഥസ്ഥാനങ്ങൾ സന്ദർശിക്കാനും കുളി, ഹോമം തുടങ്ങിയവ അനുഷ്ഠിക്കാനും വേണ്ടി മനസ്സിൽ പൊന്തിവരുന്ന ഉത്സാഹമാണ് പ്രയത്നം. ഈ ഉത്സാഹത്തെ ശിഥിലമാക്കി ദൂരെ തള്ളണം. അതല്ലെങ്കിൽ ആ ഉത്സാഹം ദേഹത്തെ എഴുന്നേൽപ്പിച്ച് അതും ഇതും ചെയ്യാൻ പ്രേരിപ്പിച്ചെന്നു വരും. ഇങ്ങനെ ലൗകിക കർമ്മോത്സാഹം ശിഥിലമാക്കിയിട്ട് തുടർന്ന് അനന്തസമാപത്തി എന്ന അലൗകികോപായം അംഗീകരിക്കണം. 1000 ഫണങ്ങൾ കൊണ്ട് ഭൂമിയെ താങ്ങി സുസ്ഥിരമായി നിൽക്കുന്ന അനന്തനാണ് താനെന്ന് ദൃഢമായി ഭാവന ചെയ്യണം. ഈ ധ്യാനമാണ് ചിത്തത്തിൻ്റെ അനന്തസമാപത്തി. ഈ ധ്യാനം കൊണ്ട് നാം അറിയാതെ തന്നെ ആസനസ്വാധീനം വന്നുചേരും. തതോ ദ്വന്ദ്വാനഭിഘാതഃ എന്നാണ് 3-ാം സൂത്രം. തുടർന്ന് ദ്വന്ദ്വഭാവങ്ങൾ മാറിക്കിട്ടും എന്നാണ് സൂത്രാർത്ഥം. ആസനം സ്വാധീനമായാലുള്ള ഫലമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, മാനം, അപമാനം തുടങ്ങിയ ദ്വന്ദ്വഭാവങ്ങൾ സാധാരണ മനുഷ്യനെ സദാ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആസനജയം സാധ്യമായാൽ ഈ ദ്വന്ദ്വഭാവങ്ങൾ പണ്ടേ പോലെ പിന്നെ ഉപദ്രവിക്കുകയില്ല. ആ വിധം ആസന പരിശീലനത്തിന് യോഗ്യമായ ദേശവും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഏകാന്ത സ്ഥലമാണ് സുഖാസന സ്ഥിതിക്ക് പറ്റിയത്. ശുചിയായി കഴുത്തും ദേഹവും നിവർത്തി സമമാക്കി വേണം ആസനം പരിശീലിക്കാൻ. സമനിരപ്പുള്ളതും വൃത്തിയുള്ളതുമായിരിക്കണം ദേശം. ചരൽക്കല്ലുകളും മണലും ഇല്ലാത്തതായിരിക്കണം. വളരെ ചൂടുള്ള പ്രദേശമായിരിക്കരുത്. അനുകൂലമായ ശബ്ദം കൊണ്ടും ജലാശയ പരിസരം കൊണ്ടും മനസ്സിനിണങ്ങുന്നതായിരിക്കണം. കണ്ണിന് വേദനയുണ്ടാക്കുന്ന സ്ഥലത്തോ ഗുഹകളിലോ വേണ്ടത്ര കാറ്റുകിട്ടാത്ത സ്ഥലത്തോ ആസനം പരിശീലിക്കുന്നത് നന്നല്ല. അശനയോഗം. മിത ആഹാരം തന്നെയാണ് അശനയോഗം. ഒരു യോഗി അതിയായി ഭക്ഷിക്കുകയോ തീരെ ഭക്ഷിക്കാതിരിക്കുകയോ പാടില്ല. ഭഗവാൻ ഗീതയിൽ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിയായി ഭക്ഷിക്കുന്നവന് യോഗമില്ല, തീരെ ഭക്ഷിക്കാതിരിക്കുന്നവനും യോഗമില്ല. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഈശ്വരസ്മരണ വിടാതെ മിതമായി ഭക്ഷിക്കുകയും ന്യായമായി സുഖിക്കുകയും ധാർമ്മികമായി സ്വകൃത്യങ്ങൾ അനുഷ്ഠിക്കുകയും നേരത്തെ ഉറങ്ങുകയും കാലത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നയാളിന് ദുഃഖങ്ങളെയെല്ലാം ദൂരീകരിക്കുന്ന യോഗം വശമായിത്തീരുന്നു. പ്രാണായാമം. ആസനജയം നേടിയയാൾ പ്രാണായാമം കൊണ്ട് മനസ്സിനെ ഉപശമിപ്പിക്കേണ്ടതാണെന്ന് ശ്വേതാശ്വതരോപനിഷത്ത് പറയുന്നു. ത്രിരുന്നതം സ്ഥാപ്യ സമം ശരീരം ഹൃദീന്ദ്രിയാണി മനസാ സന്നിവേശ്യ ബ്രഹ്മോടുപേന പ്രതരേത വിദ്വാൻ ശ്രോതാംസി സർവാണി ഭയാവഹാനി. ശിരസ്, കഴുത്ത്, മാർവിടം എന്നിവ മുമ്പോട്ടുയർത്തിപ്പിടിച്ച് ശരീരം സമമാക്കി നിർത്തണം. ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അന്തർമുഖമാക്കി ഉള്ളിൽ ഒതുക്കി നിർത്തണം. എന്നിട്ട് ബ്രഹ്മഭാവനയോടെ പ്രണവം ധ്യാനിച്ച് മായാപ്രവാഹരൂപേണ വർത്തിക്കുന്ന ഭയാവഹങ്ങളായ ചിത്തവൃത്തികളെ വിദ്വാൻ കടക്കണം. യോഗിമാർ 2 തരക്കാരാണ്. വിദ്യാമതം തുടങ്ങിയ ആസുരസമ്പത്തുകളില്ലാത്തവരും അവയുള്ളവരും.
ഇവരിൽ ആദ്യം പറഞ്ഞ കൂട്ടർക്ക് ബ്രഹ്മധ്യാനം കൊണ്ട് മനസ്സ് നിരോധിക്കപ്പെടുന്നതോടെ അതിനോട് ബന്ധിച്ചു നിൽക്കുന്നതായതുകൊണ്ട് പ്രാണനും നിരോധിക്കപ്പെടുന്നു. മേലുദ്ധരിച്ച മന്ത്രം അവരുടെ പ്രാണായാമ പ്രകാരമാണ് വിവരിക്കുന്നത്. രണ്ടാമത്തെ കൂട്ടർ അഭ്യസിക്കേണ്ട പ്രാണായാമ ക്രമം താഴെ വിവരിക്കുന്നു. അവർ പ്രാണനെ തടഞ്ഞ് മനസ്സിൻ്റെ ചേഷ്ടകൾ ഒതുക്കണം. പ്രാണൻ തളരുമ്പോൾ മൂക്കിൽ കൂടി ഉച്ഛ്വസിക്കണം. വിരണ്ട കുതിരകളെ പൂട്ടിയ രഥത്തെ എന്ന പോലെ വിദ്വാൻ ഇങ്ങനെ മനസ്സിനെ പിടിച്ചു നിർത്തണം. പ്രാണാൻ പ്രപീഡ്യേഹ സയുക്തചേഷ്ട ക്ഷീണേ പ്രാണേ നാസികയോച്ഛ്വസീത ദുഷ്ടാശ്വയുക്തമിവ വാഹമേനം വിദ്വാൻ മനോ ധാരയേദപ്രമത്തഃ. വിദ്യാമദാദി ദോഷങ്ങൾ കൊണ്ട് മനസ്സ് ചഞ്ചലമായിട്ടുള്ള യോഗി പ്രാണായാമ പ്രക്രിയ കൊണ്ട് പ്രാണനെ തടയണം. പ്രാണായാമ പ്രക്രിയ മേൽ വിവരിക്കുന്നുണ്ട്. ഈ പ്രാണനിരോധം കൊണ്ട് മനസ്സിൻ്റെ ചേഷ്ടകൾ ഒതുങ്ങിക്കെട്ടും. അതായത് വിദ്യാമദാദി ദോഷങ്ങൾ തടയപ്പെടും. പ്രാണനിരോധം കൊണ്ട് ചിത്തദോഷങ്ങളെ നിരോധിക്കണമെന്ന് അമൃതനാദോപനിഷത്തും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യഥാ പർവതധാതൂനാം ദഹ്യന്തേ ധമനാന്മലാഃ യഥേന്ദ്രിയകൃതാ ദോഷാഃ ദഹ്യന്തേ പ്രാണനിഗ്രഹാത്. പർവ്വതപ്രാന്തങ്ങളിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ലോഹങ്ങൾ ഉരുക്കി ശുദ്ധീകരിക്കുന്നതോടെ അഴുക്കുകൾ ദഹിച്ച് ചാമ്പലായി പരിശുദ്ധ ലോഹം വേർതിരിഞ്ഞു കിട്ടുന്നു. അതുപോലെ പ്രാണനിരോധം കൊണ്ട് ഇന്ദ്രിയദോഷങ്ങൾ ദഹിച്ചു മാറി മനസ്സ് ശുദ്ധമായി വേർതിരിയുന്നു. വാസിഷ്ഠത്തിൽ ഇതിനുള്ള യുക്തിയും വിവരിച്ചിട്ടുണ്ട്. യഹ് പ്രാണപവനസ്പന്ദഃ ചിത്തസ്പന്ദം സ ഏവ ഹി പ്രാണസ്പന്ദക്ഷയേ യത്നഃ കർത്തവ്യോ ധീമതോച്ചകൈഃ. പ്രാണവായുസ്പന്ദം തന്നെയാണ് ചിത്തസ്പന്ദം. അതിനാൽ ബുദ്ധിമാൻ പ്രാണസ്പന്ദ നിരോധത്തിന് യത്നിക്കേണ്ടതാണ്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ ഒരു കഥയുണ്ട്. മനസ്സിൻ്റെയും കർമ്മജ്ഞാനേന്ദ്രിയങ്ങളുടെയും ദേവതമാർ ഒരിക്കൽ ഒരു വ്രതമെടുത്തു. അവരോരോരുത്തരും സ്വതന്ത്രമായി അവരവരുടെ വ്യാപാരം നിരന്തരം അനുഷ്ഠിച്ചു കൊള്ളാം എന്നായിരുന്നു വ്രതം. വ്രതമനുഷ്ഠിക്കാൻ തുടങ്ങിയതോടെ തളർച്ചയുടെ രൂപം ധരിച്ച് മരണം അവരെ വിഴുങ്ങി. എന്നാൽ ആ മരണത്തിന് പ്രാണനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനാൽ ഇന്ദ്രിയ മനസ്സുകളുടെ തളർച്ചയ്ക്കു ശേഷവും ശ്വാസോച്ഛ്വാസ രൂപത്തിൽ നിരന്തരം പ്രവർത്തിക്കുന്ന പ്രാണൻ തളരുന്നില്ല. ഇതു കണ്ട് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും അധിഷ്ഠാന ദേവതമാർ പ്രാണനിൽ കടന്നുകൂടി പ്രാണരൂപികളായി ഭവിച്ചു. വാചസനേയികൾ ഇക്കാര്യം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു. ഈ പ്രാണൻ നമ്മേക്കാൾ ശ്രേഷ്ഠനാണ്. ഇവൻ പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും തളരുന്നില്ല. ഇവൻ ഒരിക്കലും നാശമില്ല. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇവൻ്റെ രൂപം കൈക്കൊള്ളാം. അങ്ങനെ അവരെല്ലാം പ്രാണരൂപികളായി ഭവിച്ചു. അന്നു മുതൽ ആ പേരിൽ തന്നെ അവരെല്ലാം അറിയപ്പെടുന്നു. ഇന്ദ്രിയങ്ങൾ പ്രാണരൂപികളാണെന്ന് പറഞ്ഞാൽ പ്രാണനെ ആശ്രയിച്ചു ചേഷ്ടിക്കുന്നവ എന്നർത്ഥം. ബൃഹദാരണ്യകത്തിൽ ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.